ഹായ്. അപ്പം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു സ്ഥലത്ത് പോയിട്ടൊന്ന് വീഡിയോ എടുക്കാൻ പെട്ടെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. സ്കൂൾ തുറക്കാറായി വരികയാണ് അല്ലേ. അപ്പം സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. സ്കൂളിൽ കുട്ടികൾ പോകാനായിട്ട് ബാഗ് ഇത് സാധനങ്ങളൊക്കെ വേണം. അപ്പം അതുപോലെ ഞാനിപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം ടീച്ചേഴ്സ്മാർക്ക് ഈ ടൈമിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. നമ്മൾ ഈ സമയത്താണ് ബാഗ്, അതുപോലെ തന്നെ ബുക്സ്, കുട്ടികൾക്ക് എഴുതാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പം ചോറ്റുപാത്രമൊക്കെ. അപ്പം ഞാനങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ എവിടെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുക എന്നും പറഞ്ഞിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ചാലക്കകത്താണ് ഞാൻ ഫസ്റ്റ് പോയത്. അപ്പം ചാലക്കകത്തുള്ള കുറച്ച് ഷോപ്പിലൊക്കെ കയറി കുഴപ്പമില്ല എന്നൊക്കെ എനിക്ക് തോന്നി. ഇപ്പം ഞാൻ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അപ്പം ഞാനത് പറയാൻ വിട്ടുപോയി. നമ്മുടെ ശാന്ത പെയിൻറ് ഹൗസിൻ്റെ അടുത്തായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ നടത്തുന്ന ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ പെയിൻറ് ഹൗസ് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു വലിയൊരു ഫ്ലെക്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ ബുക്സും കാര്യങ്ങളൊക്കെ നല്ല വിലക്കുറവാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ലോങ് ബുക്ക്, അതുപോലെ കുറച്ച് പേന, അങ്ങനെ കുറച്ച് ഐറ്റംസ് എനിക്ക് മേടിക്കണമായിരുന്നു. അല്ലാതെ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ എനിക്ക് അത്ര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തില്ല. എൻ്റെ അഭിപ്രായമാണ്. ചിലപ്പം ചിലർക്ക് അവിടെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നോക്കിയതിൽ കുറച്ച് അതിനെക്കാട്ടി റേറ്റ് കുറവായിട്ട് വേറെ ഷോപ്പിലൊക്കെ കണ്ടുള്ള ബുക്ക് അവിടെ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ അവിടെ നിന്ന് മേടിച്ചില്ല. ഞാൻ അവിടെ നിന്ന് പിന്നെ അടുത്ത് പോയത് നമ്മുടെ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൻ്റെ അകത്ത് അതേപോലെ ഒരു ചെറിയൊരു മേള നടക്കുന്നുണ്ടെന്ന് കണ്ടു. അവിടെ രണ്ട് സ്ഥലത്തും ഫ്രീ ആണ് കേട്ടോ. പാർക്കിംഗ് ആയാലും നമ്മുടെ എൻട്രി ഫീസ് ആണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല, കയറിയാൽ മതി. പക്ഷേ അവിടുത്തെ കുറച്ച് ആൾക്കാർ കൂടുതൽ തൈക്കാടായിരുന്നു. തൈക്കാട് പോയപ്പോഴത്തേക്കും അവിടെ വന്നിട്ട് ഈ ഇവരുടേതല്ലാതെ കുറച്ച് വെളിയിൽ നിന്നുള്ള സ്റ്റാൾസും കൂടി അവിടെ ഓൾറെഡി അതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടത്. കുറച്ച് ബുക്ക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം ബൾക്കായിട്ടായിരിക്കും ബുക്സ് അവിടെ ഉള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല ഒരു ബുക്ക് മതി, രണ്ട് ബുക്ക്. ചില കണ്ടിട്ടുണ്ട് ചില ഷോപ്പിലൊക്കെ അങ്ങനെ ബുക്കൊന്നും പൊട്ടിച്ച് തരത്തില്ല. അവർ പറയും ഇതൊരു സെറ്റാണ്, ഇത്ര പീസായിട്ട് തരുന്നത്. പക്ഷേ തൈക്കാട് അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് ബുക്സൊക്കെ അങ്ങനെ പൊട്ടിച്ച് തന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഏതാണ് നമുക്ക് നോക്കിയൊക്കെ ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. പക്ഷേ കൗണ്ടേഴ്സിൽ ബില്ലിങ് ഇച്ചിരി ഇഷ്യൂ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ പക്ഷേ ചോറ്റുപാത്രമൊന്നും അങ്ങനെ മേടിച്ചില്ലായിരുന്നു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ചെറുതായിട്ട് കൂടുതലായിട്ടാണ് തോന്നിയത്. അതുപോലെ നമ്മുടെ കുക്കിങ്ങൊക്കെ കൊണ്ടുപോകണം, വെള്ളം കൊണ്ടുപോകണം ബോട്ടിൽ, എനിക്കൊരു ബോട്ടിൽ വേണമായിരുന്നു. ഞാൻ ആ ബോട്ടിൽ ഞാൻ മേടിച്ചില്ല. ഞാൻ അവിടുന്ന് ഒരു ലോങ് ബുക്ക് മേടിച്ചായിരുന്നു. അത്യാവശ്യം ഒരു എന്തു പറയാനായിട്ട് ഒരു 50-60 വിലയൊക്കെ വരുന്നത് 35 രൂപ ആ ഒരു റേറ്റിലൊക്കെ വരുന്നുള്ളൂ. ഇച്ചിരി വില കുറവിലാണ് എനിക്ക് തോന്നി. ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് കാണിച്ചില്ല ലാസ്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ബാക്കിയുള്ള ഐറ്റംസൊന്നും ഞാൻ മേടിച്ചില്ലായിരുന്നു. അവിടെ നിന്ന് ഞാൻ പിന്നെ അടുത്ത ഷോപ്പിലോട്ടാണ് പോയത് കേട്ടോ. പിന്നെ എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് അവിടെ തോന്നിയില്ല സാധനം മേടിച്ചപ്പോഴത്തേക്കും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഐറ്റംസ് അത്ര വില കുറവിലായിട്ട് നമുക്ക് അവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ പോയിട്ടുണ്ട് രാമചന്ദ്രനാണ് കേട്ടോ. കണ്ടല്ലോ, അപ്പം മനസ്സിലാവുന്നു കാണുമ്പോഴേ നമ്മുടെ സ്വന്തം രാമചന്ദ്രനാണ്. അപ്പം അവിടെ നിന്നാണ് ഞാൻ പോയി മേടിച്ചത്. അവിടെ എനിക്ക് മേടിച്ച കുറച്ച് ഐറ്റംസൊക്കെ കാണിച്ചു തരാം. ഈ ഇത്രയും ബുക്കാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നു നമ്മുടെ തൈക്കാടത്തെ, അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഒരു 3 ലോങ് ബുക്ക് ഞാൻ അവിടെ നിന്നാണ് മേടിച്ചത്. എനിക്ക് എൻ്റെ പ്രിൻ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിലത്തെ ഇച്ചിരി അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ്. ഇത് വന്നിട്ട് 50 രൂപയെന്നാണ് കേട്ടോ ഇതിൽ കിടക്കുന്നത്. വില മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. കേട്ടോ 50 രൂപയുടെ ബുക്സാണ്. എനിക്ക് 35 കേട്ടോ തൈക്കാടെന്ന് മേടിച്ചു. എനിക്കൊരു 3 ബുക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് എനിക്കൊന്ന് എഴുതി വയ്ക്കാനായിട്ടും അപ്പം ഓരോരോ ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്ക് പഠിപ്പിക്കുന്ന ഡീറ്റെയിൽസൊക്കെ എഴുതാനായിട്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് 50 രൂപയുടെ. എനിക്ക് ഇത്ര ദിവസം കൂടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ പറ്റുമെങ്കിൽ നേരത്തെ മേടിക്കാൻ നോക്കാം, ഭയങ്കര തിരക്കാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഡയറി അവിടെ നോക്കി. അത്യാവശ്യം റേറ്റൊക്കെ കൂടുതലാണ് കേട്ടോ അവിടെ. ഞാൻ അത് കൊണ്ടിട്ട് ഇതിന് 140 രൂപയായിരുന്നു. ഞാനിത് രാമചന്ദ്രനാണ് മേടിച്ചത്. ഇത് അവിടെ അത്ര സുഖകരമായിട്ട് തോന്നിയില്ലായിരുന്നു. അത്യാവശ്യം ഇടയിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളത് ഇതേപോലെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഷാർട്ട് ഇതിൻ്റെ ഒരു കട്ടിങ്സ് കാര്യങ്ങൾ, എനിക്ക് ഡീറ്റെയിൽസൊക്കെ എഴുതാനും ബാക്കി എൻ്റെതായ സ്കൂൾ ഐറ്റംസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഈ ഒരു പേനാണ് ലാബുകളുടെ തൈക്കാടെന്നാണ് ഞാൻ മേടിച്ചത്. ഇത് വന്നിട്ട് എത്രയാണ് ഇത് മേടിച്ചത്?
നല്ല വില കുറവായിരുന്നു. 10 പീസ് ഉണ്ടായിരുന്നു. 100 രൂപയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ 100 ആയില്ല, 80 സംതിങ്ങേ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് നല്ല ലാഭമുണ്ട്. തൈക്കാട് നിന്നാണ് മേടിച്ചത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചുള്ളൂ. പിന്നെ മാർക്കേഴ്സ് ഇതെല്ലാം ഞാൻ വന്നിട്ട് രാമചന്ദ്രനാണ്. എനിക്ക് അവിടെ മാർക്കർ ഞാൻ നോക്കിയപ്പോൾ പെർമനൻറ്റ് മാർക്കറേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പെർമനൻറ്റ് മാർക്കർ മേടിക്കാനായിട്ടോടെ നിന്നില്ല. നേരെ രാമേന്ദ്രനോട് വിട്ടു പിടിച്ചു. അട്ടക്കുളം വരെയാണ് കേട്ടോ ഞാൻ പോയത്. മറ്റേ രാമചന്ദ്രനാണെന്ന്. പിന്നെ എനിക്ക് നമ്മുടെ സ്റ്റിക്ക് നോട്ട്, പിന്നെ കുറച്ച് കുട്ടികളുടെ സ്കൂൾ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഇതൊക്കെ 12 രൂപ. ഇത് വന്നിട്ട് നമ്മുടെ തൈക്കാട് ഞാൻ ചോദിച്ചപ്പോൾ 60 രൂപയെന്ന് പറഞ്ഞു കേട്ടോ. ഞാനിത് വെറും 25 രൂപയ്ക്കാണ് ഞാൻ വന്നിട്ട് അട്ടക്കുളം മേടിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ ചില കടയിൽ കയറുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് കേട്ടോ. ചിലർക്കാണ്, എനിക്കറിയത്തില്ല, ചില ആൾക്കാർക്കാണ് എന്ന് വെച്ചാൽ ഇനി മെനക്കേടാണ് ഓരോരോ കടകളിൽ വലിയ കയറാനായിട്ട്. ഈ പോണ കടയിൽ നിന്ന് അവിടെ നിന്നെല്ലാം മേടിക്കേണ്ടി വയ്യ. പക്ഷെ ഞാനങ്ങനെയല്ല, എല്ലാ കടയിലും കയറി ഇറങ്ങി മേടിക്കുന്നു. പക്ഷേ എനിക്ക് ആ ഒരു സാധനം അവിടെ വില കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, 2 രൂപയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇത് 3 കടകളിൽ കയറി ഇറങ്ങി. അപ്പോൾ ഇന്നും എനിക്ക് കുറച്ച് സാധനം മേടിക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ ബോട്ടിലൊക്കെ അത് ഞാൻ പിന്നെ വാങ്ങിക്കാനായിട്ട് വന്നത്. അവിടെ നിന്നടുത്ത് രാമചന്ദ്രനാണ് ബോട്ടിലെടുത്ത് കേട്ടോ. എന്ന് വെച്ചാൽ അവിടുത്തെ ബോട്ടിൽ നോക്കിയപ്പോഴേക്കും വേറെ കടകളിലൊക്കെ അത്യാവശ്യം വില ഉണ്ടായിരുന്നു. അത്രയും വിലയൊന്നും എന്താ പറയുക, ഇത്തിരി വില കുറവുള്ള കടകളുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ടിഫിൻ ബോക്സും കൂടെ എനിക്ക് കിട്ടിയില്ല. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ വന്നിരിക്കുന്നത്, ഞാൻ പോത്തീസിൽ പോയായിരുന്നു. ലാസ്റ്റ് വെള്ളാണി പോത്തീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കിയപ്പോഴത്തേക്കും വെച്ചാൽ എനിക്ക് ബാഗിൻ്റെ അകത്ത് ഈസി ആയിട്ട് ഇങ്ങനെ നമ്മൾ പറയാൻ പരന്ന് കഴിക്കുന്നുണ്ട്. പരന്നിരിക്കണം. മറ്റേ പാത്രങ്ങൾ വെച്ചാൽ ഗുമ്മന് ഇങ്ങനെ നിൽക്കുന്നത്. കാസ്ട്രോൾ പോലത്തെ ഒരു പാത്രം കൊണ്ടുപോകാനായിട്ട് വെച്ച് ചൂടായിട്ട് ചോറിക്കും. പക്ഷേ നമുക്ക് സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ ഇപ്പം ലഞ്ച് ടൈം എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ കഴിക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ടൈം മാറിയാലും ഒരു ചൂടായിട്ട് ഇച്ചിരി ഇരിക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ നോക്കിയത്. പിന്നെ സ്റ്റീൽ കുപ്പിയുടെ ബഹളം വന്നു. പിന്നെ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര സ്കൂൾ തുറക്കുന്നുണ്ട്, അവർക്ക് ചപ്പ ചോറ് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റില്ല, സ്റ്റിക്കേഴ്സ് അത് ഇതൊക്കെ. അപ്പം അതിനൊക്കെ കുഴപ്പമില്ല, വില കുറവാണ് മിക്ക സ്ഥലത്തും. പിന്നെ ഈ ബുക്സ് ഇങ്ങനെ ഐറ്റംസ് ഒക്കെ എനിക്ക് തോന്നിയത് രാമചന്ദ്രൻ കുഴപ്പമില്ല. രാമചന്ദ്രൻ പക്ഷെ മുടിഞ്ഞ ക്യൂ ആണ് കേട്ടോ. ഒരാളെ പിടിച്ച് ക്യൂ നിർത്തിയിട്ട് നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം കയറാൻ പറ്റും. അല്ലാതെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ബില്ലിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. കൗണ്ടറിൽ ഏകദേശം ഒരു കൗണ്ടറൊക്കെ ഉള്ളൂ. ഒരു പെണ്ണ് എവിടെയെങ്കിലൊക്കെ പോയിരിക്കും, നമ്മൾ കൂടെ ചിലപ്പോൾ പറയും അതിപ്പോൾ അടുത്ത കൗണ്ടറിൽ പോക്കാം എന്ന് പറഞ്ഞ് അവർ വിടും. അതുകൊണ്ടിട്ട് ഇതൊക്കെയാണ് ഞാൻ മേടിച്ച ഐറ്റംസ്. പിന്നെ വേറെ ഞാനൊരു ബാഗ് നോക്കിയായിരുന്നു. ബാഗ് എൻ്റെ പൊന്നു തൈക്കാട് നോക്കി. അത് കഴിഞ്ഞിട്ട് മറ്റേ ഫസ്റ്റ് പറഞ്ഞല്ലോ മറ്റേ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നോക്കി. എനിക്ക് ഇങ്ങനെ ഇടുന്ന രണ്ടിലിടുന്ന ബാഗ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ വെച്ചാൽ സാരീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വൺ സൈഡായിരിക്കും കുറച്ച് മാച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ നമ്മുടെ വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ വീട്ടിൽ എല്ലാവരും പറഞ്ഞു രണ്ട് സൈഡാണ് നല്ലത്. പക്ഷേ എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ വൺ സൈഡ് നോക്കിയത്. വൺ സൈഡ് നോക്കിയതാണ് ഒന്നും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ നല്ല റേറ്റ് പറയുന്നു. റേറ്റ് പറയുമ്പോഴത്തേക്കും അത്ര വലിയൊരു സ്പേസ് ഒന്നുമില്ല. ഇത്രയും ബുക്കും കാര്യങ്ങളും വെള്ളവും ചോറും എല്ലാം അതിനകത്ത് കൊള്ളണം. എനിക്ക് 2 കിറ്റ് ചുമക്കാൻ ഇനി വയ്യ. അതുകൊണ്ടിട്ടാണ് ഞാൻ നോക്കി നടന്നത്. അത് നോക്കി നടന്നപ്പോഴത്തേക്കും പിന്നീട് അട്ടക്കുളങ്ങര വന്നു. അട്ടക്കുളങ്ങരയും പണ്ടത്തെ ബാഗ് എന്ന് വെച്ചാൽ എന്തു പറയാൻ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ബാഗൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ചാലയ്ക്കകത്ത് നോക്കി. അവിടെ എനിക്ക് അത്ര പിടിച്ചില്ല. അട്ടക്കുളങ്ങരയുടെ അടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ രാമചന്ദ്രൻ വെച്ചാൽ പഴവങ്ങായിട്ട് എടുക്കുന്ന രാമചന്ദ്രൻ അവിടെ വന്നിട്ട് തൊട്ടടുത്തായിട്ട് കണ്ടു 3 ബാഗ് കടകളൊക്കെ ഉണ്ട് ആ തീർത്ഥക്കുളത്തിൻ്റെ അടുത്ത്. അങ്ങനെ അവിടെ വന്നിട്ട് ഒരു കടയിൽ കയറി ഒരു ബാഗ് മേടിച്ചു. ബാഗ് പക്ഷേ കാണിക്കാൻ എടുത്ത് തന്നില്ല, സോറി. അപ്പം കുഴപ്പമില്ല, നല്ലൊരു ബാഗാണ്. ഒരു 800 രൂപ അടുപ്പിച്ചായി. ബാഗിന് മാക്സിമം ഞാൻ വില കുറവാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ തട്ടിലൊക്കെ ഇട്ട് വിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു 250 രൂപയുടെ ബാഗ് നോക്കി. പക്ഷേ അതത്ര ലാസ്റ്റ് ചെയ്തില്ല. എനിക്ക് അങ്ങനത്തെ ഞാൻ മേടിച്ച് അത് സ്ഥിരം പൊട്ടക്കത്തോട് വീട് കുത്തി തയ്ക്കാനായിട്ട് 50 രൂപ കൊടുക്കണം. പിന്നെ തച്ചുകൊണ്ട് വരും, പിന്നെ കുത്തും. അങ്ങനെ ഇപ്രാവശ്യം ഇത്തിരി നല്ലൊരു ബാഗ് വാങ്ങിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ നല്ലൊരു ബാഗാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്കൂൾ തുറക്കുമ്പോഴുള്ള വിശേഷങ്ങൾ. അപ്പം ഈ സ്കൂൾ തുറക്കുന്ന സാധനങ്ങൾ മേടിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ പോയ കുറച്ച് കടകളും ഷോപ്പുകളും അവിടുത്തെ വരാൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഓരോരോ സ്ഥലങ്ങളിലായിരിക്കും പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. വേറെ കടകളൊക്കെ കാണും. അപ്പോൾ നോക്കി പോയി മേടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.